എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോണി 32 ഇഞ്ച് LED TV ആണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പ്രശ്നമാണ് നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഡിസ്പ്ലേയിൽ. ഇതിൽ കാണിക്കുന്ന എന്തും ഡബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. ഡബിൾ ഇമേജ് പ്രോബ്ലം ആയിട്ടാണ് ഈ ഒരു TV നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ നോട്ട് സിഗ്നൽ എന്ന് കാണിച്ചാൽ അത് രണ്ടായിട്ട് കാണിക്കും. മുകളിലും HDMI 1 എന്നുള്ളത് രണ്ടായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കംപ്ലൈൻറ്റ് എങ്ങനെ റിപ്പയർ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിൻ്റെ റിപ്പയറിംഗ് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. നമ്മുടെ ഈ ഒരു 32 ഇഞ്ച് LCD പാനലിനെ സംബന്ധിച്ച് ഇതിൻ്റെ വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നലും ഹൊറിസോണ്ടൽ ക്ലോക്ക് സിഗ്നലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത് വെർട്ടിക്കലാണ്. അപ്പോൾ വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നൽ, ഈ വെർട്ടിക്കൽ ക്ലോക്ക് സിഗ്നൽ എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടാവും. ഈ ഒരു പാനലിലോട്ട് സപ്ലൈ പോകുന്നത് ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടാവും. അപ്പോൾ ഈ ക്ലോക്ക് സിഗ്നൽ തമ്മിൽ എന്തെങ്കിലും ഷോർട്ടിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഓംസോ ക്രിയേറ്റ് ആവുന്ന സമയത്താണ് നമുക്ക് ഇതേപോലുള്ള രണ്ട് ഇമേജുകളായിട്ട് ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും ഈ സിഗ്നൽസ് ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള ഒന്ന് ലെഫ്റ്റിലായിരിക്കും അല്ലെങ്കിൽ റൈറ്റിലോട്ടുള്ള സിഗ്നലിലായിരിക്കും ഷോർട്ടിംഗ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഷോർട്ടിംഗ് ഉള്ള സൈഡ് നമ്മൾ ആ ഒരു സിഗ്നൽ കട്ട് ചെയ്ത് വിടുക. കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കും ഒരു സൈഡിൽ മാത്രം നമുക്ക് ആ സിഗ്നൽ വന്ന് ഡിസ്പ്ലേ കറക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു വർക്കാണ് നമ്മളിതിൽ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു TVയെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നാളെ ആയിട്ടാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്കൊരു അരമണിക്കൂർ നല്ല പിക്ചറിൽ കാണാൻ കഴിയും. ഒരു അരമണിക്കൂറോ, ചില TVകൾ 1 മണിക്കൂറോ അല്ലെന്നുണ്ടെങ്കിൽ ചില TVകൾ അരമണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഡബിൾ ഇമേജ് കാണിക്കുന്നത്. നല്ല ഷോട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇടുന്ന സ്പോട്ടിൽ തന്നെ ഇത് ഷോട്ടിങ്ങിലോട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു സ്കെയിലർ ബോർഡിലുള്ള ആ സർക്യൂട്ട് ഒന്ന് നോക്കാം. നമ്മുടെ സ്കെയിലർ ബോർഡ് വരുന്നത് ഈ ഒരു ഷീൽഡിനകത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഷീൽഡ് ഓപ്പൺ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് കോഫിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷീൽഡും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം. ഷീൽഡ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സിംഗിൾ കോഫാണ് വന്നിരിക്കുന്നത് ഈ ഒരു പാനൽ. അപ്പോൾ ഈ സിംഗിൾ കോഫിൻ്റെ രണ്ട് സൈഡിലായിട്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ഈ സൈഡിലുമാണ്. നമ്മുടെ ഒരു സൈഡെന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ്. ഈ കാണുന്നതാണ് CKV1, CKV2, CKV3, CKV-B1, B2 എന്ന് പറയുന്ന ഈ ഒരു സർക്യൂട്ട്. ഇത് ലെഫ്റ്റിലോട്ടും പോകുന്നുണ്ട്, ഇതേ സൈഡ് നമുക്ക് റൈറ്റ് സൈഡിലോട്ടും പോകുന്നുണ്ട്.
അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും കംപ്ലൈൻറ്റ്. അത് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് പവർ കൊടുത്ത് ഓൺ ചെയ്യണം. ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ നോർമലി ഒരു സോണി എന്ന് എഴുതി കാണിച്ച് കറക്റ്റായിട്ട് തന്നെ വരും. കാര്യം അത് ഇത്രയും നേരം നമ്മൾ ആ പവർ ഊരിയിട്ടിരുന്നതുകൊണ്ടാണ്. ഇനി ഇത് എത്ര മിനിറ്റ് കൊണ്ട് ഇത് ഡബിൾ ഇമേജിലോട്ട് വരുന്നതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇത് പെട്ടെന്ന് ഡബിൾ ഇമേജ് കാണിക്കത്തില്ല. അങ്ങനൊരു പ്രശ്നം ഈ ടി വിക്കുണ്ട്. ഈ ടി വി ഇപ്പോൾ ഒരു ദിവസം പിന്നെ ഇപ്പോൾ ഓഫ് ചെയ്ത് വെച്ച് നാളെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഡബിൾ ഇമേജിലോട്ട് വരത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ ഡബിൾ ഇമേജ് ആയി. ഇത് പിന്നെ പിന്നെ ഇനിഷ്യലിൽ HDMI എന്ന് എഴുതിയിരിക്കുന്നതിൽ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ അത് 1 മിനിറ്റിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഇത് ഡബിൾ ഇമേജിലോട്ട് വന്നത്. അപ്പോൾ അത് കണക്കാക്കി വേണം നമുക്ക് ഇത് കട്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വശം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വിടുക. ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു സൈഡ് ഇവിടുത്തെ ഈ 6 ലൈന് ഞാനങ്ങ് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ഞാൻ കട്ട് ചെയ്തു. ഇനി ഞാനതൊന്നുകൂടെ പവർ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കണം. ഇപ്പോഴും എനിക്കവിടെ ആ സോണി ഒന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മിനിറ്റിനുള്ളിലാണ് നേരത്തെ നമുക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഡബിൾ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ റൈറ്റ് സൈഡ് അല്ല കംപ്ലൈൻറ്റ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത സൈഡ് തിരിച്ച് അതേ കണക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് മറു സൈഡ്, അപ്പോൾ നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്തു. ഇനി ഇത് തിരിച്ച് ഇതേ കണക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് ഈ സൈഡ് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും ഈ ഒരു കംപ്ലൈൻറ്റ് ഇതിനകത്തുനിന്ന് മാറി വരും. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ ഇവിടെ മൊത്തം സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് ഇതും കട്ട് ചെയ്ത് വെച്ചിട്ട് വരാം. ഇപ്പോൾ ഞാനതിൻ്റെ ഈ സൈഡ് ഒട്ടിച്ചിട്ട് ഈ സൈഡ് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഈ സൈഡ് തിരിച്ച് അതേ കണക്ക് തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് എത്ര ടൈം അത് ഡബിൾ ഇമേജ് ഇല്ലാതെ നിൽക്കുന്നു എന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഓണായിട്ടുണ്ട്. കറക്റ്റ് ആ ഡബിൾ ഇമേജ് ഇല്ലാതെ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തത്. റൈറ്റ് സൈഡ് കട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഡബിൾ ഇമേജ് വന്നു തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഞാൻ റൈറ്റ് സൈഡ് ജോയിൻ ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്തപ്പോഴത്തേക്കും നോർമലി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ വരെ ഇത് കണക്ക് ഒരു സിനിമയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോ കൊടുത്തിട്ടും പ്ലേ ചെയ്തിട്ടേക്കും. അതിനകത്ത് വെച്ചിട്ട് ഇത് തിരിച്ച് പിന്നെയും ഒരു ഡബിൾ ഇമേജിങ് പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ 2 സൈഡും കംപ്ലൈൻ്റ് ആണ്. ഇത് നമുക്ക് റെഡിയാക്കാൻ പറ്റില്ല. നമുക്ക് പിന്നീട് പാനൽ തന്നെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കാര്യം നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഡബിൾ ഇമേജിന് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്, ഡബിൾ ഇമേജ് വരുമ്പോഴത്തേക്കും ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് ഇത്. നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന CKV ലൈൻസുകൾ കട്ട് ചെയ്ത് വിട്ടാണ് അതിനെ ആ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.